ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതിപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഊണിനുണ്ടാക്കിയ കുറച്ച് കറികളാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ചെന്ന് വെച്ചാൽ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു മോരുണ്ടാക്കിയിട്ടുണ്ട്. മോരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു ഉണക്കമീനും വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി എങ്ങനെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തി അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ സംഭാരത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കമീനായിട്ട് എടുത്തേക്കണം മാന്തളാണ്. അപ്പം ഞാനത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ട് ഒന്ന് മസാല തേച്ച് വെക്കണ്ട കേട്ടോ. ഉപ്പ് മീനായതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ ശേഷം അതൊന്ന് ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സംഭാരം ഉണ്ടാക്കാൻ എളുപ്പത്തിലൊരു സംഭാരത്തിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ഇഞ്ചിയും പിന്നെ പച്ചമുളകുമാണ് കേട്ടോ, പിന്നെ വേപ്പില ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട്. അത് അടിച്ചതിന് ശേഷം ഞാൻ തൈരാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പാക്കറ്റ് തൈരാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അടിക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ തൈര് മാത്രമായിട്ട് അടിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സംഭാരം നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സംഭാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കുറച്ചും കൂടി ഒരു വെള്ളം പോലെ ആക്കാം കേട്ടോ. ഞാൻ ആ തൈര് മാത്രമാണ് അടിച്ചേക്കണത്. പിന്നെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉണക്ക ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതൊന്ന് തലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഇടണ്ട കേട്ടോ, എണ്ണയൊന്നും വേണ്ട. ഒന്ന് ചട്ടിയിലിട്ട് അതിൻ്റെ ഞാൻ കഴുകിയാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അതൊന്ന് പോണ വരെയും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഞാൻ കാണിക്കണില്ലേ, അതിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ മാങ്ങ ഇട്ടുണ്ട് ഞാൻ ചമ്മന്തി അരക്കണം. അപ്പോൾ മാങ്ങയും ഉണക്ക ചെമ്മീനും ഫസ്റ്റ് ഇട്ടൊന്ന് അടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇട്ട് ഒറ്റ പ്രാവശ്യം അടിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അടിച്ചു കഴിഞ്ഞതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ, പിന്നെ പച്ചമുളക്, ഉള്ളി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഞ്ചി ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ഇടാത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഉണക്കമീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്, പിന്നെ സംഭാരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണിന്. പിന്നെ ഞാൻ തക്കാളിക്കറിയൊക്കെ രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.